മാനോ ആ ബാബു എന്താ മാനോ എത്ര നാളായി കണ്ടിട്ട് നിങ്ങളാകെ തടിച്ചല്ലോ. എനിക്ക് തോന്നാടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര കാലായി, അതുകൊണ്ട് തോന്നുന്ന. സെക്യൂർ എപ്പോഴാ വരില്ലേ? ഓൻ വരാനാണുള്ളൂ ബാബു. സിദ്ദീഖ് കഴിഞ്ഞ് ബാബുവിനൊരു ജോലി വേണല്ലേ? അതിനെന്തിനാ മോനെ പേടിച്ചിന്? സെക്യൂരിറ്റി എവിടെ? ജോലിയൊക്കെ ആക്കത്തിൽ മതി മാനോ. ഓനെ കണ്ടിട്ട് നാളെ എത്രയായി. ഓനെ കാണാൻ പൂതിയായി സിദ്ദീഖ് ഭായി. ബാബു എവിടെ താമസം? തൽക്കാലം ഇപ്പൊ സാദിഖിന്റെയും മേദീന്റെയും കൂടെയാണ് പോകാൻ. ബാബു ഞാൻ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരട്ടെ. ഇരിക്കടാ. ജീവേ 4 ദിവസം കൊണ്ട് 10,000 ദിറംസ് തരാന്ന് പറഞ്ഞാണ്. എവിടെടാ പൈസ? ഞാൻ തരടാ, കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ. നല്ലംപോലെയാണെങ്കിൽ ഞാനും നല്ലംപോലെയായിക്കാരല്ലേ ജീവേ. എന്നെ വെറുതെ തെറ്റിച്ചാ നിൽക്കണ്ടേ. അനക്കിന്റെ സ്വഭാവം അറിയില്ലേ? രതീഷേ, എന്താ നാട്ടിലൊക്കെ വർത്താനം? സാദിക്ക് പറഞ്ഞതിന് ഈ വരുമെന്ന്. നല്ല വർത്താനുള്ള സെക്കിയെ. എത്ര നാളായിടാ എന്നെ കണ്ടിട്ട്. നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കണ്ടതല്ലേ. ആകെ ഒരു ഗ്ലാമർ ആയല്ലോ. ആ ഇരിക്ക്, ഞാൻ കുറച്ച് തിരക്കില്ല. ബാബു അവന്റെ കവർ പറ്റി കാര്യാക്കണ്ട. ആ അവന്റെ ബിസിനസിന്റെ പ്രഷർ കൊണ്ടാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോടോ. ഏയ് അത് ഞാൻ കാര്യാക്കലില്ല മാനോ. സിദ്ദീഖ്, ആരാ രതീശനോട് വിളിച്ചോടുന്ന്? സിദ്ദീഖാണ് വിളിച്ചോടുന്നത് സക്കീറെ. നിങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ സെക്യൂരെ? അന്നൊന്ന് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടി. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്. നാളെ ജോലി, മറ്റന്നാളെ റൂം. എനിക്ക് ഇജാതി സെന്റിമെന്റ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. നിങ്ങളെ രണ്ടാളും തന്നെ ഞാൻ സഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ സ്റ്റാഫ് ആയതുകൊണ്ടാ. ഒന്ന് പതുക്കെ പറ സെക്യൂര, ചെക്കൻ ബാത്റൂമിൽ. കേട്ടാലും കുഴപ്പമൊന്നുമില്ല. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ് ഭായ്, ഞാൻ പോവാണ്. പോയിട്ടൊരു അർജന്റാണ്. എന്തിയോ ബാബു, രാവിലെ പോകേ. ഈ നേരത്തെ ഇപ്പൊ ജോലിക്ക് പോണ്? സാദിക്ക് ഇപ്പോൾ വിളിച്ചിരുന്നു മാനോ. നാളെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാ ശരിയാവില്ല സിദ്ദീഖ് ഭായ്. ഭക്ഷണം കഴിച്ചിട്ട് പോവാ രതീഷേ. ഇല്ല സെക്കിയ, പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. പിന്നെ കാണാം. ബാബു ഓനെ ഈ ബിസിനസ് തരികെ കയറിയതാണ്. ഞാൻ ഒന്നും കാര്യമാക്കണ്ട. ഇജ്ജ് വന്നാ ഇജ്ജ് പോയാൽ ഞങ്ങൾക്ക് ഇറങ്ങറാവും. ഇല്ല, നിൽക്കണില്ല, പോവാണ്. നമ്മളാരാണെന്ന് തിരിച്ചറിയാനേ ഇടക്കിടക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നല്ലതാണ്.